നമസ്കാരം. വെനസ്വേലയിൽ കഴിഞ്ഞ മാസമുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4400 കടന്നു. ദുരന്തമേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ദിനം പ്രതി നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യത്തെ വിറപ്പിച്ച ദുരന്തത്തിന് ആഴ്ചകൾ പിന്നിടുമ്പോഴും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇതുവരെ 4490 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതിൽ 315 മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മരിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും തിരിച്ചറിയുന്നതിനുമുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ഔദ്യോഗിക കണക്ക് 16,740 തുടരുകയാണ്. അതേസമയം തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഇതുവരെ 6462 പേരെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തു. എന്നിരുന്നാലും 17,907 ആളുകൾക്ക് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെടുകയും തെരുവിലാക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ജൂൺ 24-നാണ് വെനസ്വേലയെ നടുക്കിയ 2 അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് രാജ്യത്തുടനീളം വലിയ നാശനഷ്ടം വിതച്ചത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിലുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങൾ ജനങ്ങളെ പരിഭ്രാന്തിയുടെ മുൾമുനയിലാക്കി. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ രാജ്യത്തെ 856 കെട്ടിടങ്ങളെ നേരിട്ട് ബാധിച്ചതായും ജോർജ് റോഡ്രിഗസ് വ്യക്തമാക്കുന്നു. ഇതിൽ 190 കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലംപൊത്തുകയോ ഘടനാപരമായി പൂർണ്ണമായും തകരുകയോ ചെയ്തിട്ടുണ്ട്. വാസസ്ഥലങ്ങളും വ്യാപാരി സമുച്ചയങ്ങളും തകർന്നടിഞ്ഞത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി കുറഞ്ഞത് 25,000 വീടുകളെങ്കിലും നിർമ്മിച്ചു നൽകേണ്ടതുണ്ട്. ഇതിനായി അധികൃതർ ഇതുവരെ 5,84,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 40 പ്ലോട്ടുകൾ ഭവന പദ്ധതികൾക്കായി കണ്ടെത്തിക്കഴിഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുമെന്നും അറിയിച്ചു. US പിന്തുണയുള്ള ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസ് അടുത്തയാഴ്ച തന്നെ ദുരന്തബാധിതർക്കായി ആദ്യഘട്ടത്തിൽ 200 വീടുകൾ കൈമാറുമെന്നും അറിയിച്ചു. ഭൂകമ്പാനന്തര രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സർക്കാർ കടുത്ത വിമർശനം നേരിടുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം. അതേസമയം ദുരന്തഭൂമിയിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുകയാണ്. എന്നാലും തിരച്ചിൽ അവസാനിക്കാത്തിടത്തോളം കാലം പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും. ചില സജീവ കേന്ദ്രങ്ങൾ ഇനിയും ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടെന്ന പ്രതീക്ഷയിൽ തിരച്ചിൽ തുടരുകയാണെന്നും പറയുന്നു. ദുരന്തത്തിനടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 17-കാരിയായ മെരിയ അലക്സാൻഡ്ര സാങ്സിന്റെ കഥ ലോകത്തിന്റെ മനസ്സിനെ ഒന്നാകെ ഉലയ്ക്കുന്നതാണ്. ലാഗുവേരയിലെ തീരദേശ നഗരത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ 17 മണിക്കൂറോളം കുടുങ്ങി കിടന്ന മെരിയ ജീവൻ നിലനിർത്താനായി സ്വന്തം മൂത്രം കുടിച്ചാണ് അതിജീവിച്ചത്. തന്റെ ഹൈസ്കൂൾ ഗ്രാജുവേഷനായി ഡാൻസ് അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരുന്ന സംഘത്തിലെ 10 കൂട്ടുകാരിൽ 4 പേരെയാണ് മെരിയയ്ക്ക് ദുരന്തത്തിൽ നഷ്ടമായത്. എന്നാൽ ജൂൺ 25-നാണ് വെനസ്വേലയിൽ ശക്തമായ ഇരട്ട ഭൂചലനം ഉണ്ടായത്. ഏകദേശം 1 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 2 ശക്തമായ ഭൂചലനങ്ങളാണ് നാടിനെ നടുക്കിയത്. റിക്ടർ സ്കെയിൽ 7.1, 7.5 എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ അപൂർവമായ ഭൂചലനം ഒരു നൂറ്റാണ്ടിനിടയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നാണ്. കരീബിയൻ തീരമേഖല കേന്ദ്രീകരിച്ച് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രാജ്യത്തെ മുഴുവനും നാശോന്മുഖമാക്കിക്കൊണ്ടാണ് ഭൂചലനങ്ങൾ സംഭവിച്ചത്.